ഓക്കെ, ട്രിഗ്നോമെട്രി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാലത്ത് ഇറ്റ് വാസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് സീ വാട്ട് യു ഗോട്ട് ഹിയർ. എന്താ അപ്പോൾ ഇത് പെന്നു ശരിയില്ല. ഓക്കെ, ഇതൊന്ന് ചെറുതായിട്ട് മാറ്റിക്കളെ. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൽ പഠിക്കുന്ന കോൺസെപ്റ്റാണ് വാട്ട് ഈസ് ആൻ ആംഗിൾ. അപ്പോൾ ആംഗിളിനില്ല ഞാൻ പഠിച്ചൊരു ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ലൈൻ. ഇതിപ്പോൾ ഒരു ലൈനാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്താണ് ഇതിപ്പോൾ ഇങ്ങനെയല്ല, ഇതൊരു ലൈന്, ഇത് വേറൊരു ലൈന്. അപ്പോൾ ഞാൻ ഈ രണ്ടും ഒരുമിച്ചിരിക്കുന്ന ലൈൻസിനെ എന്ത് ചെയ്ത് ഒന്ന് മുകളിലേക്കാക്കി. അതാണ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ. അപ്പോൾ ഇത് എത്രത്തോളം എന്താണ് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അതിൻ്റെ ഒരു അലൈൻമെൻറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്, ആ മെഷറിനെയാണ് ഏതെന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത്. വി ഡിനോട്ട് ഇറ്റ് ബൈ എനി ലെറ്റർ, തീറ്റ, ഫൈ, എ, എക്സ്, നമ്മൾ ഏത് ലെറ്റർ ആണെങ്കിലും ഉപയോഗിക്കും അല്ലെ സിമ്പൽ. അതേപോലെ എന്താണ് ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ആംഗിൾസ് ഉണ്ട്. ഒന്നാണ് പോസിറ്റീവ് ആംഗിൾ. വെൻ വി മെഷർ ആൻ ആംഗിൾ ഇൻ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മളതിന് പറയുന്ന പേരാണ് എന്താണ് പോസിറ്റീവ് ആംഗിൾ. നമ്മൾ അതേസമയം നമ്മളെ ക്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്താണ് ക്ലോക്ക് വൈസ് ആണ്. നമ്മൾ ഇങ്ങനെയല്ല, ഇതിപ്പോൾ 12 നിൽക്കുന്നെങ്കിൽ എന്താണ് 1 പോയി 2 പോയി 3 പോയി 4 പോയി അങ്ങനെയല്ല പോവുക. അപ്പോൾ ആ ഡയറക്ഷനിലാണ് വിത്ത് റെസ്പെക്ട് ടു ലൈന് പോകുന്നെങ്കിൽ നമ്മളതിനെ പറയും നെഗറ്റീവ് ആംഗിൾ. ആൻറ്റി ക്ലോക്ക് വൈസ് ഇസ് പോസിറ്റീവ് ആംഗിൾ, എന്താണ് ക്ലോക്ക് വൈസ് ഇസ് നെഗറ്റീവ് ആംഗിൾ. ഓക്കെ, അടുത്തതാണ് റേഡിയൻ മെഷർ. ഇതിലെല്ലാം ബേസിക് ടേംസ് ആയത് എന്താണ്, എനിക്ക് പെന്നെടുക്കാം. One radian is the measure of the central angle whose arc length is same as radius of the circle. എന്താണ് തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ. ഈ ഒരു ആർക്ക് ലെങ്ത്തിന് ആറിനൊരു എല്ല് എന്ന് കൊടുക്കാം. ഇതെന്താ എല്ല് എന്ന് വരാത്തോളി, 1 മിനിറ്റ്, എൽ, ആ ലെങ്ത്തിന് എൽ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്ന സമയത്ത് തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ, ഇങ്ങനെയാണ് നമ്മൾ റേഡിയൻ്റെ മെഷർ വരുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ. അതാണ് ഇതിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ചെടുക്കുക. അത് 1, കാരണം ഇത് നമ്മൾ കൺവെർഷനിൽ വാട്ട് ഈസ് 25 റേഡിയൻ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഓർമ്മ വേണം. അടുത്തത് എന്താ, ഡിഗ്രി മെഷർ. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ 90 ഡിഗ്രീനെ നമ്മൾ π/2 മെഷർ ചെയ്യുക. അതേപോലെ 30 ഡിഗ്രി നമ്മൾ π/6 എന്ന് പറയും, 60 ഡിഗ്രി π/3, 120 ഡിഗ്രി 2π/3. അപ്പോൾ ഈ മെഷേഴ്സിനെയാണ് നമ്മൾ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത്. സോ ദിസ് റേഡിയൻ മെഷർ ആൻഡ് ഡിഗ്രി മെഷർ, ഇത് രണ്ടും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കൺവെർഷൻ വരുന്നുണ്ട്. അതായത് അത് പോട്ടെ, അതിലേക്ക് വരാം. അതിൻ്റെ മുൻപ് നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന ആംഗിൾസ് ആയത് ഏത് ഈ പറയുന്ന 0 ഡിഗ്രീൻ്റെത് എന്താണ് റേഡിയനിലും 0 തന്നെ. 0 ഡിഗ്രി വി ഡിനോട്ട് ഇറ്റ് ബൈ എ സ്മോൾ റൗണ്ട്, എന്താണ് അത് 0 തന്നെയാണ്. അതേപോലെ 30 ഡിഗ്രി നമ്മൾ പറയാം എന്താണ് π/6, 45 ഡിഗ്രി π/4, 60 ഡിഗ്രി π/3, 90 ഡിഗ്രി π/2, 120 2π/3, 135 3π/4, 150 5π/6, 180 π, 270 3π/2, 360 2π. അപ്പോൾ ഇത് കുറച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട എന്താണ് കുറച്ച് ആംഗിൾസ് ആണ്. ഇതെപ്പം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് കണ്ടുപിടിക്കാനൊന്നും പാടില്ല. ഇത് എന്താണ് നമ്മളെ മൈൻഡിലവിടെ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഇത് ബേസിക് ആണ്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എന്തുണ്ടാവണം, നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫോർമുലാസ്, ഈ പറയുന്ന ഈ ഒരു ഡിഗ്രിയും റേഡിയൻ എന്നുള്ള സാധനം അവിടെ വേണം, ആ വാല്യൂസ്. അയ്യോ, അടുത്തതാണ് ഞാൻ ഈ പറഞ്ഞ ഡിഗ്രി ടു റേഡിയൻ ആൻഡ് റേഡിയൻ ടു ഡിഗ്രി. നമുക്കൊരു വാല്യൂ ഡിഗ്രിയിലെത്തണം, നമുക്ക് അതിന് എന്തിലേക്ക് മാറ്റണം, റേഡിയനിലേക്ക് മാറ്റണം. നമുക്കിവിടെ സപ്പോസ് ഒരു എക്സ് ഡിഗ്രിയിലാണ് കിട്ടിയിരിക്കുന്ന ഒരു വാല്യൂ, നമുക്ക് എന്ത് ചെയ്യണം, അതിന് റേഡിയനിലേക്കാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് മാറ്റാൻ. അപ്പോൾ എന്ത് ചെയ്യുക, ആ കിട്ടിയ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ അല്ല കാണണം, മൾട്ടിപ്ലൈൻ്റെ ചിഹ്നമല്ലേ ഇത്, മൾട്ടിപ്ലൈ ബൈ π/180. അതേപോലെ എന്താണ് ഇത് റേഡിയൻസിനെ ഡിഗ്രിയിലേക്ക് മാറ്റാനോ, ഇതിപ്പോൾ ഒരു
ഞാൻ ഇപ്പം ഇങ്ങനെ പറയാം π/6 എന്ന് പറയുന്നത് ഒരു π/6 റേഡിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ π/2 റേഡിയൻ എന്ന് പറയുന്നത് ആണ് നമ്മളെ ഈ പറയുന്ന റേഡിയൻ മെഷർ. അത് നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ചേക്ക് π/2 × 180/π ഇത് കറക്റ്റ് അതേപോലെ കൊടുത്തതെന്ന് വെച്ചാൽ ഈ പൈ കട്ടായി പോകേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് പിന്നെ ഇവിടെ 2 താഴെയുള്ളത് ഇത് മുകളിലുണ്ട്. അപ്പോൾ ഇത് എത്രയോ 90 ഡിഗ്രി ആയിട്ട് മാറും. അതാണ് 90 ഡിഗ്രി ഈക്വൽ ടു π/2 എന്ന് പറയുന്നത്. അതേപോലെ ഇവിടുത്തെ ഞാൻ ഇതേ 90നെ എന്താണ് ഈ താഴെയിലെ 90 ഇൻറ്റു ഇതിപ്പോൾ ഡിഗ്രിയിലല്ലേ, എനിക്കിതിന് എന്തിലേക്ക് മാറ്റണോ ഇത് എനിക്കിനി ഡിഗ്രിയിലേക്ക് മാറ്റാണ്ടിരിക്കൽ എന്ത് ചെയ്യണം, ഞാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചില നേരത്തെ ഒന്നും ഇത് വരുന്നില്ലല്ലോ ഇപ്പം. അപ്പോൾ എന്ത് കിട്ടി, ഈ 90 ഡിഗ്രിയോ 180 എന്നില്ല കട്ടായിട്ട് ഇവിടെ 2 ആയിട്ട് വന്നു. കാരണം 90ൻ്റെ ഡബിൾ ആണല്ലോ 180. അപ്പോൾ ഇവിടെ എന്ത് ബാക്കിയായി, π/2 എന്ന് പറയുന്ന വാല്യൂ ബാക്കിയായി. അപ്പോൾ ബേസിക്കലി ഇതാണ് ഡിഗ്രി ടു റേഡിയൻ ആൻഡ് റേഡിയൻ ടു ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഡിഗ്രി ടു റേഡിയനിലേക്ക് മാറ്റുന്ന സമയത്ത് π/180 കൊണ്ട് ആ വാല്യൂനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ റേഡിയൻ ടു ഡിഗ്രീനെ മാറ്റുന്ന സമയത്ത് ആ വാല്യൂനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ. ഈ രണ്ട് സാധനവും തിരിഞ്ഞാവും പാടില്ല. അതാണ് ചുരുക്കം. ഇനി എന്താ ഉള്ളത്, ഇത് ഞാൻ കുറച്ച് NCERT എക്സാമ്പിൾസ് ആണ്. ബേസിക്കലി NCERT എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് എൻ്റെ സൊല്യൂഷൻ ആര് തന്നെ എഴുതിയിട്ടുണ്ട്, അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ ആൾ. ഇതെന്തിനാണ് ഈ NCERT എക്സാമ്പിൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഈ NCERT എക്സാമ്പിൾ പോലത്തെ പ്രോബ്ലംസ് ആണ് നമ്മളെ ഈ പറയുന്ന എക്സാമിനൊക്കെ മാത്സിൻ്റെ കാര്യത്തിൽ കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതാ കുറച്ച് NCERT എക്സാമ്പിൾ സിലബസിൽ ഉൾപ്പെടുത്താൻ കാരണം, പ്രത്യേകിച്ചിട്ട് നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആയതുകൊണ്ട്. ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻ എന്താ, എക്സാമ്പിൾ 2 ആണത്. വിസേ എന്താണ്, കൺവേർട്ട് 6 ഡിഗ്രീസ് ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയുന്ന കാര്യം എന്താ, പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ്, അത് പൈ റേഡിയൻ അല്ലേ ഇൻറ്റു 180/π. അപ്പോൾ എന്തായി, ഈ പൈ ക്യാൻസലായി 180 വന്ന ആൻസർ. അപ്പോൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 6 റേഡിയൻ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് ഡിഗ്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പഠിച്ച റൂൾ ഓർമ്മിക്കുക. 6 ഡിഗ്രി ഇൻറ്റു റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ്, ആ റേഡിയൻ കിട്ടിയ സാധനം 6 ഇൻറ്റു 180/π. അതാണല്ലോ നമ്മളിവിടെ കണ്ടത്. ഈ പറയുന്ന ഇതാ റേഡിയനിൽ ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 180/π. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ 180/π ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈൻ്റെ വാല്യൂ 22/7 എടുത്തു കഴിഞ്ഞാൽ അതാ ഇവർ ആക്ച്വലി ഇവിടെ 7/22 എഴുതി. ഈ 22/7 ഈ താഴെയുള്ള സാധനമോ മുകളിൽ തിരിഞ്ഞു വന്നിട്ട് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വഴി എന്തായി മാറി, 7/22 ആയിട്ട് മാറി. അപ്പോൾ നമുക്കറിയുന്ന 180 × 6 എത്രയാണ്, 1080. അത് കാൽക്കുലേഷന് എന്താണ്. അപ്പോൾ നമ്മളിതിനെ പിന്നെ സിംപ്ലിഫൈ ചെയ്യുന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ താഴെ എന്താണ് ഈ 22 കട്ട് ചെയ്തിട്ട് മുകളിലും എന്താണ് കട്ട് ചെയ്യും. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, താഴെ നമുക്ക് 11 കിട്ടി, മുകളിൽ 343 കിട്ടി. അപ്പോൾ എന്താണ് 343 7/11. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ പോലെയല്ലത്, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ അതുപോലെ ഉണ്ട്. അപ്പോൾ എന്താണ് 343 എന്ന് പറയുന്നത് ഡിഗ്രിയാണ്, ബേസിക്കലി നമ്മൾ ഡിഗ്രി. പിന്നെ എന്താ പിന്നെ ഇല്ലയെന്ന് വെച്ചാൽ 7/11 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കൂടെ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ 343 ഡിഗ്രി, അത്ര ഡിഗ്രി ഉണ്ട്, പ്ലസ് എത്രയുണ്ട് 7 ഇൻറ്റു എന്താണ് 60/11 അത്ര മിനിറ്റ് ഉണ്ട്. നമ്മളിതിന് മിനിറ്റിലേക്ക് മാറ്റുന്ന ഡിഗ്രി പിന്നെ മിനിറ്റ് പിന്നെ സെക്കൻഡ്, ആ രീതിക്കുള്ള കൺവേർഷനാണ്. കാരണം നമ്മൾ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 343 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ആൻസർ ആവില്ല. അതിൻ്റെ ഒപ്പം എന്ത് വേണം, ഈ അതെത്ര ഡിഗ്രി പ്ലസ് അതിനെത്ര മിനിറ്റ് പ്ലസ് അതിനെത്ര സെക്കൻഡ് അതും കൂടി വേണം. സോ വി നോ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 എന്താണ് മിനിറ്റ്സ് എന്നുള്ളത്. അതാണ് അതിൻ്റെ കൺവെൻഷന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന 7/11 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 38 മിനിറ്റ്സ് ആണ്. 38 2/11 എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിരിക്കും കിട്ടും. പിന്നെ എന്താ ഒരു 2/11 എന്ന് പറയുന്ന ഒരു അത്ര മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പിന്നെ ആ കിട്ടിയ മിനിറ്റിന് നമ്മൾ പിന്നെ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം, 2/11 ഇൻറ്റു പിന്നെയും 60 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10.9 സെക്കൻഡ് കിട്ടും. 10.9 ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ചെയ്യാലോ, എനിക്ക് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 6 റേഡിയൻസ് ഇസ് ഈക്വൽ ടു 343 ഡിഗ്രി 38 മിനിറ്റ്സ് ആൻഡ് 11 സെക്കൻഡ്സ് അപ്രോക്സിമേറ്റ്ലി.
സിമ്പിളാണ് ആക്ച്വലി. ഇത് സംഭവം ഇക്വേഷൻ അറിയെങ്കിൽ ജസ്റ്റ് അതേപോലെ എഴുതി കൊടുത്താൽ മതി. പിന്നെ മിനിറ്റ് കിട്ടുമ്പോൾ മിനിറ്റിനെ ഇതിലേക്ക് മാറ്റുക, സെക്കൻഡിലേക്ക് മാറ്റുക. എന്താണ് അപ്പോൾ ആ രീതിക്കുള്ള കൺവേർഷൻസ് ആടൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇതാണ് NCERT എക്സാമ്പിളിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്തേതാ? അടുത്തും പിന്നെ ഒരു NCERT പ്രോബ്ലം തന്നെ. നമ്മൾ റേഡിയൻ ടു ഡിഗ്രി ആണല്ലോ മാറ്റി. ഇനിയിപ്പോൾ ഡിഗ്രി ടു റേഡിയൻ. 40 ഡിഗ്രി ആ 20 ഡാഷ് എന്നുള്ളത് മിനിറ്റാണ്. ഇപ്പോൾ 20 ഡബിൾ ഡാഷ് ആയിരുന്നു. 2 ഡാഷ് ഉണ്ടെങ്കിൽ, 2 അപ്പോസ്ട്രോഫി പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അതിന് സെക്കൻഡ് എന്ന് പറയാം. വി നോ 180 ഡിഗ്രീസ് പൈ റേഡിയൻ. ഓബ്വിയസ്ലി 180 ഇൻറ്റു എന്താണ് പൈ ബൈ 180 ചെയ്ത് കഴിഞ്ഞാൽ പൈ കിട്ടും. 40 ഡിഗ്രി 20 ഡാഷ്. ഇതിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആഡ് ചെയ്തത് ഈ മിനിറ്റിനെ ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 20/60 എന്നുള്ളത് അവിടെ പോയി ആൻസറാ. ഈ 20/60 എന്നുള്ളത് അവിടെ ചെയ്യണം. 40 ഡിഗ്രിക്ക് പ്രശ്നമില്ല, അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് മിനിറ്റ് എന്നുള്ളത് എന്തിലേക്ക് മാറണം? നമ്മൾ ഡിഗ്രിയിലേക്ക് മാറണം. ഇനി ഡിഗ്രി മിനിറ്റായി, മിനിറ്റ് എന്തായി മാറി? നമ്മൾ സെക്കൻഡായിട്ട് മാറി. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ മിനിറ്റിന് നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റണം, തിരിച്ചിലേക്ക്. അപ്പോൾ 20/60 ചെയ്യുന്ന അവസ്ഥ ഈ 2 0 കട്ടായി. ഈ 2ൽ എന്ത് ബാക്കിയായി? 1/3 ബാക്കിയായി. 2/6 1/3. അപ്പോൾ 40 1/3 ഡിഗ്രിയാണ് ബാക്കി. അപ്പോൾ ഈ ഡിഗ്രീനെ ഇത് നമുക്ക് ഈ ഡിഗ്രി ഈ ഫോം കിട്ടി. പക്ഷേ ഡിഗ്രി അല്ലല്ലോ നമുക്ക് വേണ്ട, നമുക്ക് റേഡിയൻ അല്ല വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ആക്ച്വലി മിക്സ്ഡ് ഫ്രാക്ഷനാണ്. ഈ 121/3 എങ്ങനെ വന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഈ മിക്സ്ഡ് ഫ്രാക്ഷനാണ്. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഈ ഡിനോമിനേറ്റർ 3 × 40 + 1 / 3 അങ്ങനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ചെയ്യുക. ഇത് 1ാം ക്ലാസ്സിലെ കണക്കായത്. 3 × 40 120 + 1 എന്താണ് 121. 121/3 അത്ര റേഡിയൻ, അത്ര ഡിഗ്രി. അതിനെന്ത് ചെയ്യുക? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തോന്നില്ല ഇത് അങ്ങനെ. ഇത് പ്രത്യേകിച്ച് ഇനി കട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 121 π/540 റേഡിയൻ ആയിരിക്കും വരുന്നുണ്ടാവും ആൻസർ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ഇത് എക്സാമിനെപ്പം ചോദിക്കാൻ ചാൻസില്ല 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയത്, ഒരു 1 മാർക്കിനല്ല. അടുത്തതാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. 10ാം ക്ലാസ്സിൽ നമ്മൾ സൈന്, കോസ്, ടാനിൻ്റെ 0, 30, 45, 60, 90ൻ്റെ വാല്യൂസ് നമ്മൾ പഠിച്ചതായിരുന്നു. ഇവിടെ എന്തുകൂടി പഠിക്കണം? സൈനിൻ്റെ റെസിപ്രോക്കലായിട്ടില്ല 1/sin എന്ന് പറയുന്ന കൊസീക്ക് പഠിക്കണം. കോസിൻ്റെ റെസിപ്രോക്കൽ 1/cosൻ്റെ ആയിട്ട് വരുന്നതായിട്ടുള്ള സീക്കും, ടാനിൻ്റെ റെസിപ്രോക്കൽ 1/tan = cot θ. ആ ഈ 3ഉം കൂടി എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇത് എക്സ്ട്രാ എന്ന് പറയുന്നില്ല, ഇത് ആക്ച്വലി എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ ഇപ്പോൾ സൈനിൻ്റെ 0 ഡിഗ്രിയിൽ 0 ആണ് അതിൻ്റെ എന്താണ് റേഡിയൻ വരുന്നത്. അതിനെ നേരെ ഇപ്പോൾ 0/1 എന്നായിരിക്കും ഉണ്ടാവുക. അതിനെ നേരെ തിരിച്ചിട്ട് കൊടുക്കും. 1/0 ഇട്ട് കഴിഞ്ഞാൽ എന്തായി? cos θ നോട്ട് ഡിഫൈൻഡ് വരും. കാരണം 1/0 ഇൻഫിനിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത് എന്താണ്? അതൊരു എക്സാക്റ്റ് വാല്യൂ ഒന്നല്ല അത്. സോ വി കനോട്ട് സേ ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൈൻഡ് ക്വാണ്ടിറ്റി. അപ്പോൾ എന്താ? അവിടെ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോയി 0 വരുന്നിടത്ത്. അതേപോലെ 30 ഡിഗ്രി സൈൻ തീറ്റയിൽ 1/2 എന്നുള്ളത് എന്താ? അത് തിരിച്ചിട്ടാൽ മതി. കാരണം റെസിപ്രോക്കൽ എന്നാണല്ലോ പറയുന്നത്. റെസിപ്രോക്കൽ ഇല്ല സമയത്ത് നമ്മളെ ഫ്രാക്ഷൻ്റെ മുകളിലെ സാധനം താഴെ ഇടും, താഴെയുള്ള സാധനം മുകളിലിടും. അപ്പോൾ 2/1 എന്തായി? 2 ആയി. 1/√2 തിരിച്ചിട്ട് √2 ആയി മാറി. √3/2 തിരിച്ചിട്ട് 2/√3. 1നെ പിന്നെ എങ്ങനെ തിരിച്ചിട്ടാലും 1 തന്നെ കിട്ടാൻ പോകുന്നല്ലോ. പക്ഷെ 0നെ തിരിച്ചിട്ട് എന്ത് വരും? 1/0 വരും. അപ്പോൾ അത് നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അതേപോലെ തന്നെ നമ്മളെ കോസിലുള്ള വാല്യൂസും നമ്മളെ ടാനിലുള്ള വാല്യൂസും. കോസിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സീക്കിൻ്റെ വാല്യൂസ് കിട്ടും, ടാനിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോട്ടിൻ്റെ വാല്യൂസ് കിട്ടും. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനിലെല്ലാം ചിലപ്പോൾ cot θ = ഇത്ര എന്നെല്ലാം പറഞ്ഞിട്ട് തരും. അപ്പോൾ നമ്മൾ എന്താലോചിക്കണം? അതിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമുക്ക് കൂടുതൽ പരിചയം ചെയ്താൽ സൈന്, കോസ്, ടാനല്ല. നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന നമ്മളെ ഫോർമുലയിലേക്ക് മാറാൻ പറ്റുന്നില്ല കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്നാ ഇത്? ദ ക്വാഡ്രന്റ് സിസ്റ്റം. ഇത് എന്താണ്? നമ്മളെ സൈന് തീരുമാനിക്കേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ ക്വാഡ്രന്റ് സിസ്റ്റമായത്. അതിൽ നമ്മൾ പറയുന്ന കാര്യം, നമ്മളെ ഇപ്പോൾ 6 റേഷ്യോസ് ഉണ്ടല്ലോ: സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ ക്വാഡ്രന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്നാ? XY ആക്സിസ്. XY ആക്സിസ് ഉണ്ടാവുന്നതാണ് നമ്മളെ ക്വാഡ്രന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് 4 ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ 1/4 ആണ്. 4 കഷ്ണങ്ങളുണ്ട്. അതിലെന്താണ്? 1/4, 4ൽ 1 ഭാഗം. ഫസ്റ്റ് ക്വാർട്ടറിൽ എന്താ? ഈ 6 റേഷ്യോസും പോസിറ്റീവാണ്. ഓൾ. ഞാനിവിടെ ഒരു കോഡ് കൂടിയതിൻ്റെ ഞാൻ അവസാനം പറഞ്ഞുതരാം. എന്താണ്? ഇത് ഓൾ പോസിറ്റീവ്. എല്ലാ റേഷ്യോസും അവിടെ ആ എന്താണ്? ഇതിൽ വരുന്ന ആംഗിൾസിനെല്ലാം എന്താണ്? ഇവിടെ എല്ലാം പോസിറ്റീവാണ്. കോസ് 45, സീക്ക് 45 എല്ലാം പോസിറ്റീവാണ്. ഇത് ഏതാ? ഇത് 0 to ഇതാണല്ലോ 0 to π/2 ആയത്.
ഇത് π/2 എന്നാണല്ലേ എഴുതുക. π/2 ഇത് പൈ ആണ്. ഇത് എന്താ 270 ഡിഗ്രി, അതായത് 3π/2 ആ. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് പിന്നെയും 0ൻ്റെ ഒപ്പം നമ്മൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 360 ആവും. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ തിരിച്ചു വരുന്നപ്പോഴത്തേക്ക് 720 ആവും. അങ്ങനെ പോകും അത്. പിന്നെ ഇല്ല സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൈനിൻ്റെ എന്താണ് കൂടപ്പിറപ്പാരാ എന്താണ് കൊസീക്കാണ്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. ഐ മീൻ കൂടപ്പിറപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സിബ്ലിങ്സ് പോലത്തെ ആൾക്കാരാണ് സൈൻ ആൻഡ് കൊസീക്ക്. ഇവർ രണ്ടുപേരും മാത്രമേ ഇതിൽ പോസിറ്റീവ്, ബാക്കി എല്ലാ ആംഗിൾസും ഇതിൽ നെഗറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൽ എന്ന സ്ഥിതി ടാനും അതിൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള കോട്ടും എന്താ പോസിറ്റീവാണ്, ബാക്കി എല്ലാവർക്കും നെഗറ്റീവ്. നമ്മളെ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ നമ്മൾ സൈനും പറഞ്ഞ് ടാനും പറഞ്ഞ് എന്താണ് ഇനിയിപ്പം കോസിനെ പറ്റിയിട്ടില്ല ഇനി പറയാൻ ബാക്കിയല്ലോ. കോസും അതിൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള സീക്കോടെ പോസിറ്റീവാണ്. ബാക്കി ഏത് വാല്യൂസ് ഈ പറയുന്ന ഡൊമൈനിൽ ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാലും എന്താ അതെല്ലാം നെഗറ്റീവായി പോകും. ഇതെങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ഇതിൻ്റെ ഞാൻ +1 ഇല്ല സമയത്തെ കണ്ട നമ്മളെ സ്ഥിരം റൂളാണ് ഇത്. ഓൾ സിൽവർ ടീ കപ്സ്. ഓൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സിൽവർ എന്ന് പറയുമ്പോൾ സൈന് പ്ലസ് അതിൻ്റെ ഇതായിട്ടുള്ള റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്ക്. സൈനെന്ന് ഞാൻ പറയുമല്ലോ, പക്ഷേങ്കിൽ എന്തായാലും കൊസീക്ക് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. ടീ ടാനും കോട്ടും, കപ്സ് കോസും സീക്കും. ആ ഫസ്റ്റ് ലെറ്റർ തന്നെ നമുക്ക് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് എന്താ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ആ ക്വാഡ്രന്റ് സിസ്റ്റം ഓർമ്മിക്കാൻ സഹായിക്കും. പിന്നെയുണ്ട് ഒരു NCERT എക്സാമ്പിൾ എന്നും പറഞ്ഞിട്ട്, കുറച്ച് വെള്ളം കുടിക്കട്ടെ. NCERT എക്സാമ്പിളിലാണ് നമ്മൾ എന്ത് കാണുന്നത്, ഇതൊന്നും പോയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു വാല്യൂ തന്നു cos x = ഞാനിപ്പോൾ ക്വാഡ്രന്റ് സിസ്റ്റം പറഞ്ഞതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടിയത്. cos x = -3/5. എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ഏടിയാണ് തേർഡ് ക്വാഡ്രന്റ്? നമ്മൾ ടാനെല്ലാം പോസിറ്റീവ്, ടാനും കോട്ടെല്ലാം പോസിറ്റീവ് ആവുന്ന തേർഡ് ക്വാഡ്രന്റ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin x tan x sec x അല്ലേ പറയൂ. ഇങ്ങനെ തന്നത് ഫൈൻഡ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. ഇതിൽ ഇത് കണ്ടത് 3 മാർക്കിനുള്ള ചോദ്യം ഇത്. എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ചോദ്യം ഇത്. cos x എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് തീറ്റ. വി നോ ദാറ്റ് ദിസ് ഈസ് എന്താണ് ഓപ്പോസിറ്റ് സൈഡ്, ദിസ് ഈസ് ഹൈപ്പോട്ടനസ്, ദിസ് ഈസ് ഇത് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമുക്കറിയാം കോസ് എന്ന് പറയുന്നത് എന്താ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, A/H. സൈൻ എന്ന് പറയുന്നത് എന്താ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇത് പോകട്ടെ. ടാൻ എന്ന് പറയുന്നത് എന്താ ടാൻ = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതാണ് ബേസിക്കായിട്ട് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കി കൊസീക്കും സീക്കും കോട്ടെല്ലാം എങ്ങനെ കിട്ടുക? ഈ ടാനും കോസും സീക്കും ഒക്കെ അല്ല സൈനൊക്കെ കിട്ടുന്നില്ല. അതിന് നേരെ കിട്ടിയ വാല്യൂസിനെ നേരെ തിരിച്ചിട്ടോട്ടാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി എന്താ പറയുക ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. sin² θ + cos² θ = 1, അല്ലെങ്കിൽ 1 + tan² θ = 6. അതൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഇതേപോലത്തെ റൈറ്റ് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ കാര്യം വളരെ എളുപ്പത്തിൽ നേടാൻ. നമ്മളായിട്ട് തന്നെ എന്താക്കേണ്ട ആവശ്യമില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. എനിക്കത് വളരെ കോംപ്ലിക്കേറ്റഡ് മെത്തേഡായിട്ട് തോന്നി. കാരണം അതിൽ സ്ക്വയർ റൂട്ട് എടുക്കണം, എന്നിട്ട് ആ കിട്ടിയ ഓരോന്ന് പിന്നെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഓരോന്നും കണ്ടുപിടിക്കണം. അല്ല എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഇതാ കുറച്ചും കൂടി നല്ല മെത്തേഡാണ്. സിമ്പിളാണ്, സാധനം എളുപ്പമാണ്. cos x -3/5. ഇപ്പോൾ എന്താ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ 3 എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന അഡ്ജസൻറ്റ് ലെങ്ത് ആണ്. ഈ 5 എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന ഹൈപ്പോട്ടനസ് ലെങ്ത് ആണ്. ബാക്കി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് പൈതഗോറസ് തിയറം പ്രകാരമില്ല എന്താണ് എന്താ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 3, പിന്നെ ആ മൈനസ് അവിടെ ചേർക്കരുത് കേട്ടോ. മൈനസ് ജസ്റ്റ് ആ ക്വാഡ്രന്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ മൈനസ് കൊടുക്കാൻ പാടില്ല. നെഗറ്റീവ് ലെങ്ത് എന്നൊന്നും പറഞ്ഞിട്ട് -3 സെൻറ്റിമീറ്റർ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ലെങ്ത് ഒന്നും എഴുതുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ ഹൈപ്പോട്ടനസ് 5. ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് കാര്യം നമുക്കറിയാം 5ഉം 3 ട്രയാങ്കിളിൽ എന്തായാലും വേറൊരു സൈഡ് 4 ആയിരിക്കും. പക്ഷേ ചിലതെല്ലാം 13, 16 എന്നെല്ലാം ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ മറ്റേത് എന്ത് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടനസ് സ്ക്വയർ = base² + altitude². അതേപോലെ നമ്മൾ altitude² എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ base² - ഹൈപ്പോട്ടനസ്². അങ്ങനെ ആ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യണം ഈ പറയുന്ന വാല്യൂസ്, അഥവാ നമുക്ക് പറയുന്ന നോൺ വാല്യൂസ് അല്ലെങ്കിലും ഐ മീൻ പൈതഗോറിയൻ ട്രിപ്ലറ്റ് പോലത്തെ വാല്യൂസ് ഒന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇത് പറയുന്ന നമ്മൾ ആ ഒരു ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കണം. അത് ഇങ്ങനെയുള്ള ടാസ്ക്കാണ്. ഇതിപ്പോൾ എന്താ ഇപ്പോൾ 13, 12 പിന്നെ നമുക്കറിയുന്ന അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്. അപ്പോൾ 5 ആയിരിക്കും വരിക.
ഈ പറയുന്ന അതൊരു പൈതഗോറൻ ട്രിപ്ലറ്റ് വേറെ ഏതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ സൈനിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിപ്പോൾ 3 4 5 എന്നിട്ട് ഇപ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. എക്സ് അല്ലേ ഇവിടെ, അപ്പോൾ എന്താ 4/5. സിമ്പിൾ, 4/5. പക്ഷേ ഇത് തേർഡ് ക്വാർട്ടറിലായതുകൊണ്ട് എന്താ നെഗറ്റീവ് ആണ്. കാരണം എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ തേർഡ് ക്വാർട്ടറിൽ ടാനും ഈ പറഞ്ഞ കോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവ്. അപ്പോൾ എന്താ സൈനെല്ലാം അപ്പോൾ ഇവിടെ ഓബിയസ്ലി നെഗറ്റീവ് ആയിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ടാൻ എക്സ് എന്താണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ എന്താ 4/3. പക്ഷേ ഇത് പോസിറ്റീവാണ്. കാരണം എന്താ ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് മെൻഷൻഡാ. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളെ എന്താണ് ടാനിൻ്റെ സ്വന്തം എന്താണ് താവളമാണ് അല്ലെങ്കിൽ ഏരിയയാണ്, സ്വന്തം ഏരിയയാണ് ഈ പറയുന്ന തേർഡ് ക്വാഡ്രൻ്റ്. അതുകൊണ്ട് ഇയാൾ ഇവിടെ എപ്പം പോസിറ്റീവ് ആയിരിക്കും. ബാക്കി വരുന്ന ആൾക്കാർ ടാനും കോട്ട് വെച്ച് ബാക്കി വരുന്ന ആൾക്കാരെല്ലാം അയാൾ നെഗറ്റീവ് ആയിക്കളി ഈ പറയുന്ന ഫീൽഡിൽ. ഇനിയിപ്പോൾ ഇതിപ്പോൾ നിങ്ങളിനി ആലോചിക്കുക, ഇനി ഇതിപ്പോൾ വേറെ 5 അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുമ്പോൾ കോസും കണ്ടുപിടിക്കണം, കൊസീക്കും കണ്ടുപിടിക്കണം, സീക്കും കണ്ടുപിടിക്കണം. അവിടെ ഒന്നും ചെയ്യേണ്ടത് എന്ന് പറയുക ഈ പറയുന്ന -4/5 നേരെ തിരിച്ചിട്ട് കൊടുക്കുക, -5/4 അതായിരിക്കും കൊസീക്ക് എക്സ്. അതേപോലെ നമ്മളെ സീക്ക് എക്സ് ഉണ്ടല്ലേ, സീക്ക് എക്സിന് എന്ത് ചെയ്യുക, കോസ് എക്സ് ഈ കിട്ടിയ -3/5 നേരെ തിരിച്ചിട്ട് കൊടുക്കുക, -5/3 അതായിരിക്കും എന്താ പറയുക സീക്ക് എക്സ്. ടാൻ എക്സ് ഇതിപ്പോൾ കോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഈ 4/3 തിരിച്ചിട്ട് കൊടുക്കുക 3/4. ഞാൻ ഇതാ പറഞ്ഞു വളരെ സിമ്പിളായത്. 3 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 3 ജസ്റ്റ് എന്താണ് അതിൻ്റെ നേരെ ഉൾട്ടി ആയിരിക്കും, തിരിച്ചിട്ട് കൊടുത്താൽ മതി. അത്ര സിമ്പിളാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളായിട്ട് ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി എന്താ ഇതിൽ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സൈന് x+π/2, അതായത് നമ്മളൊരു 90 ഡിഗ്രി ഷിഫ്റ്റ് നടത്തുന്ന സമയത്ത് അതിൽ വരുന്ന വ്യത്യാസങ്ങൾ. സൈനിൻ്റെ വാല്യൂനോട് π/2 ചേർത്താൽ എന്താണ് പോസിറ്റീവ് കോസ് എക്സ്, കോസ് എക്സ് +π/2 മൈനസ് സൈൻ എക്സ്, ടാൻ എക്സ് +π/2 മൈനസ് കോട്ട് എക്സ്, കോട്ട് എക്സ് +π/2 മൈനസ് ടാൻ എക്സ്. പിന്നെ നേരെ കോംപ്ലിമെൻ്റ് ആണ്. സൈനിൻ്റെ കോംപ്ലിമെൻറ്റ് കോസ്, എന്താണ് ടാനിൻ്റെ കോംപ്ലിമെൻറ്റ് കോട്ട്, സീക്കിൻ്റെ കോംപ്ലിമെൻറ്റ് കൊസീക്ക്. അതുപോലെ കൊസീക്ക് എക്സ് +π/2 = പോസിറ്റീവ് സീക്ക് എക്സ്. ഈ വാല്യൂസ് ഈ ഫസ്റ്റത്തെ 2 എണ്ണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓർമ്മിച്ചേക്ക്. ബാക്കി 4 ഓർമ്മയില്ലെങ്കിലും പ്രശ്നമില്ല. ഫസ്റ്റത്തെ 2 ഇമ്പോർട്ടൻ്റ് ആണ്, അത് പല സ്ഥലത്തും കയറി വരുന്നുണ്ട്. NCERT എക്സാമ്പിളാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 31π/2. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ വാല്യൂ ഓഫ് കോസ് -1710 എന്ന് പറയുന്നത് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. ഈ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം 1 മാർക്കിന് ചോദിക്കാൻ ചാൻസിലെ ചോദ്യം ഇത്. ഇനി എന്തില്ല, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമ്മളെ സ്ഥിരം എന്താണ് ഇതൊന്ന് ചെറുതായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. sin² θ + cos² θ, അതായത് അത് 1 എന്ന് പറയും. ചെറിയ കുട്ടി പോലും ഇപ്പോൾ 1 എന്ന് പറയും. 1 + tan² θ = sec² θ, 1 + cot² θ = cosec² θ. അപ്പോൾ ഈ 3 ഐഡൻറ്റിറ്റീസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിൽ പഠിക്കാൻ കുറേ സംഭവം ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വെറുതെ ഒരു ഗ്രാഫ് എന്താ പറയുക ആയിരിക്കെങ്കിലും ഇനിയിപ്പം ഗ്രാഫ് എന്താ പറയുക കണ്ടിട്ട് ഇതിൽ ഉൾപ്പെടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക സങ്കടപ്പെടാണ്ട് കണ്ടിട്ട് ഇല്ല ഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈൻ തീറ്റേൻ്റെ, കോസ് തീറ്റ, ടാൻ തീറ്റ, കോട്ട് തീറ്റ, സീക്ക് തീറ്റ, അതിൻ്റെ ജസ്റ്റ് ബിഹേവിയർ ആ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നതെന്നില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മതി. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സം ആൻഡ് ഡിഫറൻസ് ഫോർമുല, ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് മേജറായിട്ട് കാണാൻ പോകുന്ന ഫോർമുല എന്ന് പറയുന്നത്. sin a + b എന്താണ്, sin a cos b + cos a sin b, sin of a - b, sin a cos b - cos a sin b, sin cos, cos sin. ഇതെന്താ പിന്നെ ഈ പ്ലസ് എന്നുള്ളത് ഇതേപോലെ പ്ലസ് നിലനിർത്തിയിട്ടുണ്ട്. സൈൻ എന്ന് വെച്ചാൽ എക്സ്ട്രോവേർട്ടിലെ ഒരാളാണ്. ഇത് നിങ്ങൾ ആലോചിക്കുക, ഞാൻ എവിടെയോ ഇതിൻ്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. സൈൻ എന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എന്നാ മറ്റുള്ള ആൾക്കാരുമായിട്ട് എന്ന് പറയേണ്ടത് ഫ്രണ്ട്സ് ആവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് എങ്ങനെയാണ് എപ്പോഴും സ്വന്തം എന്താണ് ഒരു ഇതിലേക്ക് കൂടിലേക്ക് ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇൻട്രോവേർട്ട്. അധികം ഫ്രണ്ട്സൊന്നും ചങ്ങയ്ക്ക് ഇഷ്ടമല്ല. പരമാവധി ഫ്രണ്ട്സിനെയും ആൾക്കാരെയും ഒഴിവാക്കാനല്ല നമ്മളെ ഈ പറയുന്ന ആര് ശ്രമിക്കുക, നമ്മൾ ഇൻട്രോവേർട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എന്താ പറ്റിയ അപ്പോൾ സൈന് കോസ് ബി, സൈനിൻ്റെ അടുക്ക് കോസ് വന്നാലും ചങ്ങായിക്ക് പ്രശ്നമില്ല. കാരണം എന്താ, ചങ്ങായി എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഈസ് വില്ലിങ് ടു അക്സെപ്റ്റ് എനി ഫ്രണ്ട്സ്, സൈന് കോസ് ബി. അതേപോലെ എന്താണ് പ്ലസ് ആണ്,
എങ്ങനെയാണോ ഇയാൾ എന്താണ് ഈ ഇതിലില്ലത് അതേപോലെ തന്നെ പ്ലസ് ആയിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ പിന്നെന്താ കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി എന്നാ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ അപ്പോൾ എക്സ്ട്രോവേർട്ട് എന്നുള്ള കാര്യം ഇതെന്ന് പ്രൂവ്ഡായി. അതേപോലെ കോസിൻ്റെ സ്ഥിതി എന്താ? കോസ് ഇൻട്രോവേർട്ടാണ്. കാണുന്നില്ലേ നിങ്ങൾ? കോസ് എ കോസ് ബി സൈൻ എ സൈൻ ബി. സൈനിൻ്റെ ആൾക്കാരല്ലോ എന്താണ് അവരെ ഗ്യാങ്, പക്ഷെ നമ്മളെ ആൾക്കാരല്ല നമ്മളെ ഗ്യാങ്. അതാണ്. പിന്നെ ഈ ചങ്ങായി കള്ളനാണ്. എന്താ പറയുക, കള്ളൻ എന്ന് പറയാൻ കാരണം ഈ പ്ലസ് ആണ്, പക്ഷേ ഇയാൾ എന്താക്കി കളഞ്ഞ് ഇതിനെ മൈനസ് ആയി കളഞ്ഞ്. കോസ് എ മൈനസ് ബി, കോസ് എ കോസ് ബി എന്ന് പറയല്ലേ, അവരെല്ലാം അവരെ എന്താണ് വൈബിലുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ചിട്ട് അവരുടെ വൈബിലില്ലാത്ത ആൾക്കാരെല്ലാം പുറത്ത്, ഇക്വേഷൻ്റെ പുറത്ത്. എന്താ ഈ മൈനസിനെ ഇയാൾ പിന്നെ എന്താക്കി കള്ളത്തരത്തിലൂടെ പ്ലസ് ആക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ ഓർമ്മിക്കുന്നത്. സൈൻ ഇസ് എൻ എക്സ്ട്രോവേർട്ട്, കോസ് ഇസ് എൻ ഇൻട്രോവേർട്ട്. ടാൻ എ പ്ലസ് ബിൻ്റെത് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ എ മൈനസ് ബി എന്നില്ല, നിങ്ങൾ അത് ആ ഫോർമുലയിൽ മൈനസ് പോലെ ആലോചിക്കുക. ടാൻ എ മൈനസ് ബി എന്നുള്ളത് ടാൻ എ മൈനസ് ടാൻ ബി. ആ ന്യൂമറേറ്ററിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ടാൻ എ പ്ലസ് ടാൻ ബി എന്ന് പറയുന്ന മുകളിൽ എന്താണ് ടാൻ എ പ്ലസ് ടാൻ ബി. ടാൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ടാൻ എ മൈനസ് ടാൻ ബി. താഴത്തെ നോക്കി നിന്ന് കഴിഞ്ഞാൽ കൺഫ്യൂസ് ആയി. ഇപ്പോൾ മുകളിലത്തെ ഞാൻ എപ്പോൾ നോക്കല, അത് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം പ്ലസ് തന്നെയാണല്ലോ അവിടുത്തെ സൈൻ തന്നെ ന്യൂമറേറ്ററിൽ വരുന്നത്. താഴെ വരുന്നത് 1 മൈനസ് ടാൻ എ ടാൻ ബി. 1 എന്നല്ലോ ആലോചിക്കുക. പിന്നെ മുകളിൽ പ്ലസ് ആണെങ്കിൽ താഴെ മൈനസ് ആയിരിക്കും, മുകളിൽ മൈനസ് ആണെങ്കിൽ താഴെ പ്ലസ് ആയിരിക്കും. ആ ന്യൂമറേറ്റർ ആദ്യം നിങ്ങൾ ശരിയായി കഴിഞ്ഞാൽ താഴത്തെ ഡിനോമിനേറ്റർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ പിന്നെ ഒരു കൺഫ്യൂഷൻ വരില്ല. 1 ഉണ്ട് പ്ലസ് ടാൻ എ ടാൻ ബി. ഇതാണ് സം ആൻഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് കുറച്ച് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട വാല്യൂസ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന സം ആൻഡ് ഡിഫറൻസ് സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നെല്ലാം പറയുന്ന ഞാൻ ഇപ്പം കഴിഞ്ഞ ഇതിൽ കാണിച്ച നമ്മൾ ഈ പറയുന്ന എന്താണ് ആ ഇക്വേഷൻ വെച്ചിട്ട് ഡിറൈവ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ആയത്. ഇത് ചിലപ്പോൾ ഒരു 2 മാർക്കിൽ 3 മാർക്കിലെല്ലാം ചോദിക്കാം. ഫൈൻ ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി, അല്ലെ ഫൈൻ ദ വാല്യൂ ഓഫ് കോസ് 15, അല്ലെങ്കിൽ ടാൻ 75. എനിക്കോ നിങ്ങൾ സീനിയേഴ്സ് പ്ലസ് 1 ഇല്ല സമയത്ത് അവർ എഴുതി 2024 ചോദ്യ പേപ്പറിൽ എന്താണ് ടാൻ 15 ഡിഗ്രി ആയിട്ട് എന്തോന്നും ചോദിച്ചത്, അല്ലെ ടാൻ 75, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ ഇതിലേതോന്ന് ചോദിച്ചത്. അതായത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഫോർമുല വെച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അല്ലെ ജസ്റ്റ് തൽക്കാലത്തേക്ക് 1 മാർക്കിനല്ലേ ചോദിക്കുന്ന ഈ വാല്യൂ ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ ഡബിൾ ആംഗിൾ ഫോർമുല, അതായത് ആംഗിൾ ഡബിൾ ആകുമ്പോൾ അല്ലേ ഫോർമുലാസ് ഏതല്ല. സൈൻ 2 തീറ്റ ഇസിക്കൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ, അതിനൊറ്റ ഫോർമുലയല്ലോ നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നത്. കോസ് തീറ്റക്ക് ഒരു 2-3 ഫോർമുല ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഒന്നാമത്തെ ഫോർമുല, 1 മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ രണ്ടാമത്തെ ഫോർമുല, 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 മൂന്നാമത്തെ ഫോർമുല. ടാൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താ, 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. അതിൽ ഏന്നായിരിക്കും കൊടുത്താൽ ഞാൻ തീറ്റ എന്ന് ഉപയോഗിക്കുന്നത്, കാരണം നമുക്ക് ഏത് ഉപയോഗിച്ചാലും കണക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിക്കുന്നത്. 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതിൽ ഞാൻ പറയാം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ സൈനിൻ്റെതും പിന്നെ കോസിൻ്റെ തന്നെ ഈ പറയുന്ന ഇതും പിന്നെ താഴത്തെ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ്. അത് ഇത് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്, അത് എക്സാമിന് വളരെ കുറവാണ് കാണുന്നെങ്കിലും ചോദിക്കാറുണ്ട് ഇടക്ക്. ഇത് ഡബിൾ ആംഗിൾ ഫോർമുല, എനിക്കൊന്ന് ട്രിപ്പിൾ ആംഗിൾ ഫോർമുല കൂടിയുണ്ട്, കൂടി കഴിഞ്ഞാൽ ഇത് തീരും. ട്രിപ്പിൾ ആംഗിൾ ഫോർമുലയിൽ എന്താ, ഇത് കുറച്ചും കൂടി റെയറാണ്. ഇത് വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ഇയേഴ്സിൽ മാത്രമേ ഇത് ചോദിച്ചാൽ കണ്ടിട്ടുള്ളൂ. സൈൻ 3 തീറ്റ അതൊക്കെ എന്താ പറയുക നമ്മൾ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലെവൽ എന്താ പറയുക, അത്രയും ടഫായിട്ടുള്ള എക്സാമിൽ മാത്രമേ ഇതെല്ലാം ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ. സൈൻ 3 തീറ്റ ഇസിക്കൽ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. കോസ് 3 തീറ്റ ഇസിക്കൽ 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ടാൻ 3 തീറ്റ ഇസിക്കൽ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഈ ട്രിഗ്നോമെട്രീൻ്റെ ഒരു പ്രശ്നം പറ്റുന്നത് വെച്ചാൽ നമുക്ക് എല്ലാ ഫോർമുലാസും ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താ പരമാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എപ്പോഴും എഴുതി പ്രാക്ടീസ് ചെയ്യാന്നില്ല. അതാണ്. പിന്നെ ഈ പറയുന്ന ഈ ട്രിപ്പിൾ ആംഗിൾ ഫോർമുല പോലത്തെ ഇടയ്ക്കലൊന്ന് റിവൈസ് ചെയ്യുക. അല്ലാതെ നമ്മൾ എല്ലാ ഫോർമുലയും നമ്മൾ എനിക്കെല്ലാം ഞാൻ ഓർമ്മിച്ചിട്ട് എക്സാമിന് പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല ഈ കാര്യം നടക്കുന്നില്ല. നമ്മളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബേസിക് ആയിട്ട് അറിയേണ്ട കുറേ ഫോർമുലാസ് ഉണ്ട്. ഞാൻ പിന്നെ ചിലതെല്ലാം പിന്നെ ഒരു രീതിക്ക് വന്നാലായി എന്നില്ല ചില ചോദ്യങ്ങളായത്. പക്ഷെ ഇതൊന്നും എനിക്ക് തോന്നില്ല അത്രത്തോളം മൈൻഡിൽ
നമ്മൾ പല ഫോർമുലാസും ഇതിപ്പോൾ ഈ ചാപ്റ്റർ മാത്രമല്ല പഠിക്കുന്നത്, പല ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് കുറേ ഫോർമുലാസ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, പ്രയോറിറ്റി വെച്ചിട്ട് ഞാൻ ഒരു ഫോർമുല വിടാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ ഈ പറയുന്ന ഒരു പ്രയോറിറ്റി ഓർഡറിൽ വെച്ചിട്ട് ആ പറയുന്ന ഫോർമുലാസ് എല്ലാം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ഇടാൻ കാരണമുണ്ട്, ഇത് പല ക്വസ്റ്റ്യൻസിലും വരുന്ന ഇത് ടൈപ്പാണ്. കോസ് എക്സ് പ്ലസ് കോസ് വൈ, 2 cos x plus y ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2, കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കോസിൻ്റെ ഇൻട്രോവേർട്ട് സ്വഭാവം പിന്നെയും തെളിഞ്ഞു വരുന്നുണ്ട്. അതേപോലെ 2 cos x മൈനസ് കോസ് വൈ, ഇതൊന്ന് മൈനസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ച്, കോസ് കളിയുന്നേ പുറത്തായി, മൈനസ് ഉണ്ട്, ഇതിവിടെ ഒരു മൈനസ് ഉണ്ട്, -2 sin x പ്ലസ് വൈ ബൈ 2 sin x മൈനസ് വൈ ബൈ 2. അതേപോലെ sin x പ്ലസ് sin വൈയോ, അയാൾ ഞാൻ പറഞ്ഞല്ലേ എക്സ്ട്രോവേർട്ടൻ, അയാൾ കോസ് വന്നാലും സീക്ക് വന്നാലും ആര് വന്നാലും ചങ്ങായി എന്താണ് ഹാപ്പിയാണ്, അയാളെ ഫ്രണ്ടാക്കി മാറ്റിക്കോളൂ. 2 sin x പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഈ ഫോർമുലാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ വരുന്ന എന്താണ് ഫോർമുലാസും ക്വസ്റ്റ്യൻസും ഈ ഫോർമുലയിൽ ബേസ് ചെയ്തിട്ട് ഈ വരുന്ന ചോദ്യങ്ങളല്ലോ. sin x മൈനസ് sin y 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു sin x മൈനസ് വൈ ബൈ 2. ഇമ്പോർട്ടൻറ്റ് ഫോർമുല. തീയും ഫയർ എഞ്ചിൻ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിനോള്. കുറച്ചും കൂടി ഫോർമുലാസ് ഉണ്ട്, എന്താ പറയുക, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ജസ്റ്റ് ഈ പറയുന്ന ഫോർമുലാസിൽ ഒന്നും കൂടി ഒന്ന് പഠിച്ചു നോക്കുക. ഈ പറയുന്ന കുറച്ചും കൂടി ഫോർമുലാസ് എന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് 2 cos x cos y = cos x പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. ജസ്റ്റ് ആ ഫോർമുലാസ് എല്ലാം ഇതാക്കി വെക്കുക. NCERT എക്സാമ്പിൾ ഇത് ഇങ്ങനെ ഒരു എല്ലാം എന്താ പറയുക, കോമഡി ക്വസ്റ്റ്യൻസ് എല്ലാം ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ അറിയണം, sin π/6 വാല്യൂ 1/2 ആണെന്നുള്ളത് അറിയണം. സീക്ക് π/3 വാല്യൂ, സീക്ക് 16 അറിയില്ലെങ്കിൽ സൈൻ എന്താണ് ഈ പറയുന്ന നമ്മളെ 30 വാല്യൂ എന്നറിയണം. ഒബ്വിയസ്ലി എന്താ പറയുക, ഇപ്പോൾ sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. അതിന് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടും നമുക്ക്, ഈ പറയുന്ന സീക്ക് 30 വാല്യൂ ആയിട്ട് 2 കിട്ടും. സീക്ക് 60 എന്ന് പറയുന്നത് എന്താ, സീക്ക് 60 അറിയില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോവുക, നമ്മൾ സൈൻ 30 വാല്യൂയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 എന്നല്ലേ കിട്ടും അവിടെ. സീക്ക് π/3. അപ്പോൾ ഈ പറയുന്ന വാല്യൂസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നപ്പോഴത്തേക്ക് എന്ത് കിട്ടണം, നമുക്ക് 1 കിട്ടണം. അപ്പോൾ എന്താ 3 × 1/2 × 2, അതാണ് 1/2 തിരിച്ചിടുക. 1/2 തിരിച്ചിടുന്ന കിട്ടുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ഈ സീക്ക് π/3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, LHS = RHS എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണത് ഇവിടെ. അപ്പോൾ അത് പ്രൂവ് ആയി കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലെല്ലാം മാർക്ക് കിട്ടി. കുറച്ചും കൂടി ഡേഞ്ചർ സൈഡിലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയാ show that tan 3x tan 2x tan x = tan 3x minus tan 2x minus tan x. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എക്സാം ടഫാക്കാൻ എന്താണ് ചാൻസ് ഉണ്ടെങ്കിൽ, എക്സാം ടഫ് ആവുകയാണെങ്കിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളായത്. ഇതിൻ്റെ എന്താണ് സൊല്യൂഷൻ മാത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സൊല്യൂഷൻ ഇത് ക്വസ്റ്റ്യനിൽ പൊതുവേ നമ്മൾ ക്ലാസ് റൂമിലേക്ക് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താ ഇതൊക്കെ എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന് നമ്മളിത് വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ പക്ഷേങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ആ രീതിക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പം നമുക്ക് ആവശ്യം. ഇതിപ്പോൾ എന്താ NCERT എക്സാമ്പിൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എത്രത്തോളം ഇവൻ്റെ ഇമ്പോർട്ടൻസ് ആണ് NCERT എക്സാമ്പിൾസിൻ്റെ. ഇതെല്ലാം 3 മാർക്കിന്, നമ്മളെ 6 മാർക്കിൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഇതല്ലോ. cos 7x പ്ലസ് cos 5x ഡിവൈഡ് ബൈ sin 7x മൈനസ് sin 5x. ഞാൻ പറഞ്ഞൊരു ഫോർമുല ഇല്ലായിരുന്നോ, 2 cos x പ്ലസ് y ബൈ 2 ഇൻറ്റു cos x മൈനസ് y ബൈ 2. ആ പറയുന്ന ഫോർമുലാസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ എന്താ cos x പ്ലസ് cos y, sin x മൈനസ് sin y. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ പറയുന്ന ഫോർമുലാസ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2 cos, ഇതിപ്പോൾ 12x ബൈ 2 എന്ന് വരും. cos 7x മൈനസ് 5x എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 7 5 കുറച്ച് കഴിഞ്ഞാൽ 2, 2x ബൈ 2 ഇവിടെ. അപ്പോൾ എന്ത് വരും, ഈ പറയുന്ന നമ്മളിപ്പം കാണുന്ന സമയത്ത് എന്താ, ഈ ടേം കട്ടായിപ്പോയി, ഇത് ഇവിടുന്ന് കട്ടായി, ഈ രണ്ടും സെയിം ആയിട്ട് കട്ടായിപ്പോയി. ഇവിടെ കോസ് ബൈ സൈൻ, ഇവിടെ കോസ് എന്ത് വരും 2x ബൈ 2, അതായത് കോസ് എക്സ് വരും. ഇവിടെ താഴെ എന്ത് വരും, സൈൻ 2x ബൈ 2 എന്ന് പറയുന്നത് എന്ത് വരും,
എക്സ് വരും. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ത് വന്ന്? കോട്ട് എക്സ് വന്ന്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആയിരുന്നു. അതിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാലോ കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ് ആയി. അപ്പോൾ LHS is equal to RHS, hence the proof. അപ്പം അങ്ങനെയാണ് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ഇത് കുറച്ചും കൂടി എക്സ്ട്രാ ഫോർമുലാസ് ആണ്. അപ്പോൾ ഇത് ഹാഫ് ആംഗിൾ ഫോർമുലാസ് തന്നെ പറയാം. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്ത് ചെയ്യുക? ഈ പറയുന്ന ഇതിപ്പോൾ 3 വരുന്ന സമയത്തെല്ലാം എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന കോസ് 4x പ്ലസ് കോസ് 2x ചെയ്യുക. അത് കിട്ടുന്നൊരു വാല്യൂ ഉണ്ടാവുമല്ലോ ഈ നമ്മളെ ഫോർമുല വെച്ചിട്ട്. അത് തന്നെ എന്ത് ചെയ്യുക? ഈ പറയുന്ന കോസ് 3x ആയിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതേപോലെ സൈൻ 4xും സൈൻ 2x. ഇതെന്തിനാ ഞാൻ ഈ ജോഡി എടുക്കും? കാരണം എനിക്ക് വേണ്ടി സൈൻ 4xും സൈൻ 3xനെ ജോഡി എടുത്തൂടെ? അതെടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ 4x എന്താണ് പ്ലസ് 3x എന്ന് പറയുന്നത് എന്ത് വരും? 7x/2 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു. ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റായിട്ടൊന്നുമല്ല, പക്ഷേ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും. അതുകൊണ്ടാണ് 4x പ്ലസ് 2x എത്ര? 6x. 6xൻ്റെ പകുതി 3x. അപ്പോൾ എന്താ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബേസിക്കലി. അപ്പോൾ എന്താണ് നമുക്ക് ഫ്രാക്ഷൻ എല്ലാം മാറി ഒരു ബേസിക്കലി ജസ്റ്റ് ഒരു നാച്ചുറൽ നമ്പർ കിട്ടി. ഫ്രാക്ഷൻ വന്നാൽ കുറച്ചും കൂടി ഒന്ന് ഇടങ്ങാറായി. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പെയർ ചൂസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ എടുത്ത് നോക്കുക. ജസ്റ്റ് റാൻഡംലി ഇപ്പോൾ 4 + 2 6, 6ൻ്റെ പകുതി 3, അങ്ങനെ ആ ലോജിക്കിൽ എന്ത് ചെയ്യുക? ആ പെയറിനെ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് ഈക്വൽ കോട്ട് 3x എന്നുള്ളത് പ്രൂവ് ചെയ്യുക. അപ്പോൾ എനിക്കെന്നാ തോന്നുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കിട്ടുന്ന ഈ 2 വാല്യൂസും ഈ താഴെയിലെ 2 വാല്യൂസും തമ്മിൽ കട്ടായി പോയിട്ട് ഇതിന്ന് കിട്ടുന്ന ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന എക്സ്പാൻഷൻ ഉണ്ടല്ലോ അത് തമ്മിൽ കട്ടായി പോയിട്ട് എന്ത് മാത്രം ലാസ്റ്റ് ബാക്കിയായി പോകും? കോസ് 3x ബൈ സൈൻ 3x. അങ്ങനെ അത് കോട്ട് 3x ആയി മാറും. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം അറിയാം ഇതിൻ്റെ ഒരു ഫോർമുല, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. പക്ഷെ അതെന്ത് ചെയ്യുക? നിങ്ങൾ അത് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x ഇസിക്കൽ സൈൻ 2x സൈൻ 10x. ഇതൊരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഞാൻ കണ്ടൊരു ചോദ്യം. അത് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല, നിങ്ങളെ സീനിയേഴ്സിന് അതായത് 2024 ചോദിച്ച ചോദ്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് കുറച്ചൊന്ന് ടഫായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് ചില ആൾക്കാർക്ക്. ഇതിപ്പോൾ എന്നാ a² - b² ഇസിക്കൽ ടു a + b × a - b. ആ ഫോർമുല വെച്ചിട്ട് സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ എന്താണ് 6x മൈനസ് സൈൻ 4x. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ എന്താണ് ഇതിപ്പോൾ ഇതല്ല നമ്മളെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, പിന്നെ ഇവിടെ ഉള്ളത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ. അപ്പോൾ ആ ഫോർമുല വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ഇതിലെ ടേംസിനെ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി ഈ പറയുന്ന നമ്മളെ ചില ടേംസിനെല്ലാം ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സൈൻ 6xും സൈൻ 4xും തമ്മിൽ നമ്മളെ ഫോർമുല വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് 2 സൈൻ. ഇത് ഇവിടെ നിങ്ങളെന്താ കാണുന്നത്? 6x + 4x 10x/2 5x. അതേപോലെ കോസ് 6x മൈനസ് 4x, അപ്പോൾ എത്ര? 2x 2x/2 x. അതേപോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 കോസ് 6x + 4x/2 10x/2 5x. ഇവിടെ സൈൻ എക്സ് എന്താ? 6x മൈനസ് 4x 2x/2 x. ഇവിടെ അപ്പോൾ നിങ്ങളെന്താ ഇനി ചെയ്യേണ്ടത്? ഈ 2 കണ്ട് സൈൻ 5x ഉണ്ട്, കോസ് 5x. ഇവിടെ ഒരു കോസ് 5x കാണുന്നില്ല, കോസ് 5xന് എടുക്കും. അപ്പോൾ നമ്മൾ പഠിച്ചൊരു ഫോർമുല ഉണ്ടല്ലോ, 2 sin θ cos θ ഇസിക്കൽ sin 2 θ. അതേപോലെ ഇവിടെ ഒരു 2 ബാക്കിയാണ്. നമ്മൾ ഈ 2നെ ഉപയോഗിച്ച് ഈ എന്താണ് സൈൻ 5x ഉപയോഗിച്ച് ഈ കോസ് 5x ഉപയോഗിച്ച് ഇതൊരു ടേമായി മാറി. അതേപോലെ ഇവിടുത്തെ 2നെ ഉപയോഗിച്ച് ഇവിടുത്തെ കോസ് എക്സ് ഉപയോഗിച്ച് ഇവിടുത്തെ സൈൻ എക്സ് ഉപയോഗിച്ച് അപ്പോൾ ഇതൊരു ടേമായി മാറി 2 sin x cos x sin 2x. അപ്പോൾ എന്ത് കിട്ടി? sin 2x ഇൻറ്റു sin 10x. അതാണല്ലോ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഹെൻസ് LHS = RHS, ഹെൻസ് ദി പ്രൂഫ്. നല്ല ചോദ്യം ഇത്. പക്ഷേ പല ആൾക്കാർക്കും ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സമ്മറി, അതായത് ഇതിൽ കുറേ ഫോർമുലാസ് വരുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് എൻ്റെ സമ്മറിയിൽ ഈ പറയുന്നത് ഇത് നമ്മളെ NCERTൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് ഇതെന്താ ഈ ഫോർമുലാസ് എല്ലാം ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാനില്ല ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതിൽ പറയുന്ന എല്ലാ ഫോർമുലാസും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ചർച്ച ചെയ്ത് അതേ ഫോർമുലാസ് അല്ലേ ഇതാ ഈ കോസ് 3x സൈൻ 3x അതെല്ലാം എല്ലാ ഫോർമുലാസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈൻ കോസ് എക്സ് പ്ലസ് കോസ് വൈനെല്ലാം ഫോർമുല എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ PYQ ചാലഞ്ച് ഇതിപ്പം കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക? ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മേജറായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്.
ഇത് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ടൈപ്പ്. ഇത് എന്താ, ഇത് ഒരു കഷ്ണം കടലാസല്ല ഇത് മറ്റേ എന്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയതല്ലോ. 1 മാർക്കിന് ഇതാ ഞാൻ കാണിച്ച പോലെ നമ്മൾ 25 ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റുമോ 1 മാർക്ക്. അതേപോലെ ഫൈൻ ദ വാല്യൂ ഓഫ് സൈൻ 50. ഞാൻ പറഞ്ഞില്ല, ഇത് ഒന്നിക്ക് 2 മാർക്കിൽ 3 മാർക്കിന് 2 മാർക്കിനോട് ചോദിച്ചിട്ടുണ്ട്. സൈൻ 3x പ്ലസ് സൈൻ എക്സ്, നമ്മൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഫോർമുല ഉപയോഗിക്കേണ്ടത്. അതേപോലെ കോസ് 3x പ്ലസ് കോസ് വൈ, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതെല്ലാം എന്താ കുറേ കട്ടിങ്സും ഫിറ്റിങ്സ് എല്ലാം ചെയ്ത ശേഷം ലാസ്റ്റ് എന്ത് കിട്ടും, ആൻസർ tan 2x എന്നില്ല പ്രൂവ് ചെയ്യുക. LHS = RHS. 2 മാർക്ക് ഇതാ നമ്മളെ പിന്നെയും ഇത് വേറെ ഏതോ കൊല്ലവും, പക്ഷേ ഇതാ പിന്നെയും മറ്റേ 25 ഡിഗ്രി. ഇവർക്ക് എന്താ 25 ഡിഗ്രീനോട് എന്തോ ഇത്ര താല്പര്യം തന്നെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇതാ tan 5x = ഇത്ര, എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്, ദെൻ ഫൈൻ ദ വാല്യൂ ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. എന്ത് ചെയ്യുക, ബേസിക്കലി നമ്മൾ ട്രയാങ്കിൾ ഉപയോഗിക്കുക. ഈ പറയുന്ന 5/12 അല്ലേ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് 5 12. ഇത് എന്താ എനിക്ക് ഈ 13 എന്ന് അറിയുന്നത് കാരണം ഇത് പൈതപോലും ട്രിപ്ലറ്റ് ആയത്. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അല്ലേ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഒരു 6ഉം ഇതൊരു 14 എല്ലാമാണ്. എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ പ്ലസ് 14ൻ്റെ സ്ക്വയർ, അപ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ, അതായിരിക്കും ഇതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. പ്രൂവ് ദാറ്റ്, പിന്നെയും ഇതാ കുറേ നേരം ഞാൻ പ്രൂവ് ദാറ്റ് വെച്ച് കളിക്കുന്നത്. കോസ് എക്സ് മൈനസ് കോസ് വൈ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ, വാല്യൂസ് ചെയ്യുക, കട്ട് ചെയ്യുക, ഫിറ്റിങ്സ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും, ആൻസർ അവസാനം ഈ പറയുന്നത് കിട്ടും. അപ്പോൾ LHS = RHS എന്ന് എഴുതിയിട്ട് പ്രൂവ് ചെയ്യുക. 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ താഴത്തെ കാണുന്ന ചോദ്യം ആക്ച്വലി ഡിലീറ്റഡ്. ഇതിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഡിലീറ്റഡ് സിലബസിൻ്റെ മുമ്പിലെ കാലത്തിലെ ചോദ്യം ഇത്. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഡിലീറ്റഡ്. അതേപോലെ പിന്നെയും സൈൻ 75 ഇതാ 3 മാർക്കിന് നിങ്ങൾ സീനിയേഴ്സിനെ ചോദിച്ച ചോദ്യം തോന്നിയത്, അല്ല നിങ്ങൾ സീനിയേഴ്സിനെ ചോദിച്ച ചോദ്യമല്ല, പക്ഷേ 3 മാർക്കിന് ഇതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, സൈൻ 30 + 45. അപ്പോൾ എന്താ ഈ ഉള്ളിൽ 75, സൈൻ 75 ആണ്. അപ്പോൾ എന്താ സൈൻ 45 × cos 30 + cos 35 × സൈൻ 45. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഫോർമുല വെച്ചിട്ട് ഇതിലേക്ക് ഡിറൈവ് ചെയ്ത് വരിക. അതേപോലെ ഇത് നമ്മൾ സ്ഥിരം ഞാൻ പറഞ്ഞില്ല, ഇത് എത്ര കൊല്ലം ഇത് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന് എല്ലാ കൊല്ലം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ്. 3 മാർക്കിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഡെറിവേഷൻ കൂടിയായത്. ഡെറിവേഷൻ അല്ല, പ്രൂഫ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞിട്ട് ഇതാ വീണ്ടും ആക്ച്വലി എനിക്കൊന്നും ഇത് ഇങ്ങക്കില്ല, ഇതും ഡിലീറ്റഡ് ആണ്. ഈ പറയുന്ന ട്രയാങ്കിൾ മെത്തേഡിലത് ഇതെന്ത് ചെയ്യുക, ഇത് നമ്മളിത് സ്ഥിരം ചോദ്യം -5/2 എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്, ഫൈൻഡ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. സൈനും കോസും കണ്ടുപിടിക്കുക. അതിനാൽ സൈനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കൊസി കിട്ടും, സീക്കിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്, അല്ല കോസിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സീക്ക് കിട്ടും. അത്രയല്ലേ, സിമ്പിൾ. ഇത് നമ്മൾ പിന്നെയും ഇത് എത്ര കൊല്ലമാണ് ഇത് ചോദിക്കുന്ന ഈ ചോദ്യമോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആ ഫോർമുല ആണെന്നില്ല. ആ ഫോർമുല മെയിനായിട്ട് പഠിച്ചു നോക്കുക. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇതന്നെ എക്സാമിന് മെയിൻലി വരാൻ പോകുന്നല്ലോ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. കൂടുതലൊന്നും പറയാനെന്നില്ല, ഇത് നല്ലൊരു ചാപ്റ്ററാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. സോ എന്ത് ചെയ്യുക, ഇറ്റ്സ് മീ സൂര്യകിരൺ സൈനിങ് ഔട്ട്. ഈ ചാപ്റ്റർ നല്ലോണം പഠിക്കും. ഇതിൻ്റെ ഡെറിവേഷൻസ് എല്ലാം, ആ പ്രൂഫ് വരുന്ന ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പിന്നെന്താ, ഫോർമുലാസ് എല്ലാം മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എല്ലാം ഞാൻ ഇപ്പം കാണിച്ചില്ല, ഒരു ഫോർമുല 4 ഫോർമുല എത്രത്തോളം ചോദ്യങ്ങളിലൊക്കെ ഏരി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിന് കണക്കായിട്ടില്ല ഫോർമുലാസ് എല്ലാം പഠിച്ചു നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്.